കുറേ കാലമായി തന്നെ നമ്മൾ നോട്ടിട്ട് വെച്ചിട്ട് കണ്ട പൊന്തക്കാട്ടിലും വേലിക്കമ്പിമേലൊക്കെ വെച്ച് ഇങ്ങനെ പടർന്ന് കിടക്കണത് നമ്മൾ കണ്ടിണ്. കയ്യെത്താത്ത ദൂരത്തായതുകൊണ്ട് ഇജ്ജ് രക്ഷപ്പെട്ടു. ഇന്നേതായാലും തന്നെ നമ്മൾ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്, പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക്. ഇളം പച്ച, കടും പച്ച, മഞ്ഞ, ഓറഞ്ച് നിറത്തിലൊക്കെ ഇജാ വള്ളിമ തൂങ്ങിക്കിടക്കണ കാണുമ്പോൾ നമുക്കൊരു ഉണ്ടല. പച്ച കളറുള്ള ഒരു രോമക്കുപ്പായത്തിൻ്റെ ഉള്ളിലാണ് തന്നെ നമ്മൾ സാധാരണ കാണൽ. വയസ്സാകണതിനനുസരിച്ച് ആ രോമക്കുപ്പായം ഇങ്ങനെ ഊരിച്ചാടലാണ്. ചെറുത് കുട്ടിയായിരുന്ന സമയത്തേ നമ്മളിതിൻ്റെ പഴങ്ങൾ ഒരുപാട് തിന്നിട്ടുണ്ട്. തിന്നണ കാലത്ത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞൊട്ടങ്ങാന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു. ഞൊട്ടങ്ങ ഇതല്ല വേറെയാണെന്ന് നമുക്കും അറിയാം. എന്നാലും നമ്മൾ തൽക്കാലം അതിന് ആ പേരാ വിളിച്ചിരുന്നത്. ഭാര്യ വീട്ടിൻ്റെ പരിസരത്തു നിന്നാണ് പിന്നീട് നമ്മൾ ഈ പഴം കാണുന്നത്. അവിടെയൊക്കെ ഇതിന് മക്കളെ പോറ്റി എന്നാ പറയലത്രേ. അത് കേട്ട് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട്. മക്കളെ പോറ്റി ചെറുപ്പത്തിലേ തിന്ന് പരിചയമുള്ള പഴമായതുകൊണ്ട് ഇവിടെ മലേഷ്യയിൽ വന്നപ്പോൾ ഇത് തിന്നാൻ നമുക്ക് നല്ല പൂതി. ഇന്ന് രാവിലെ ഇതിനെ അടുത്ത് കിട്ടിയപ്പോൾ അട് പറിച്ചു, അട് പൊളിച്ചു, അട് കഴിച്ചു. ചെറിയൊരു പുളിയും മധുരമൊക്കെ പാടായിട്ട് മൂപ്പർക്ക് ആ പഴയ ടേസ്റ്റ് തന്നെ, നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ്. തിന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പേടി, വേറൊന്നുമല്ല, പരിചയമില്ലാത്ത മണ്ണിലുണ്ടാകുന്ന ചെടികളും പഴങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ കുടലും പള്ളിയൊക്കെ ഒരു വൈക്കായതാണ്. തൂറ്റൽ പിടിച്ചാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തെറ്റാണല്ലോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പം മനസ്സിലായി ഇത് വലിയ അപകടമുള്ള സംഗതിയല്ലാന്ന്. മാത്രമല്ല നല്ല ഔഷധ ഗുണം അടങ്ങിയതാണെന്നും കൂടി കേട്ടു. കാൽസ്യത്തിൻ്റെ അളവ് കൂടിയതായതുകൊണ്ട് എല്ലിനും പല്ലിനൊക്കെ നല്ല മെച്ചാണിത്. ദഹനക്കേടിനും മറ്റ് വയറു സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മൂപ്പര് നല്ല ഔഷധമാണത്രേ. തിന്നത് മുതലായി. ഇനി എവിടെ കണ്ടാലും നമ്മൾ വിടൂല. ഇവിടെ വന്നിട്ട് നമ്മൾ കടയിലുള്ള മാമിലിനോട് ചോദിച്ചപ്പോൾ പോകാൻ പറയാണ് ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കുറേ തിന്നതാണെന്ന്. വിക്കിപീഡിയ നോക്കിയപ്പോൾ ഇതിന് അമ്മൂമ്മപ്പഴം എന്ന് പേരുണ്ട് അത്രേ. മക്കളെ പോറ്റിയെന്നും പേരുണ്ട്. പൂടപ്പഴം, കുരങ്ങ് പെറുക്കിപ്പഴം എന്നൊക്കെ വേറെയും പേരുണ്ട് അത്രേ. ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടുള്ള പഴങ്ങളൊക്കെ തിന്നുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് വലിയ കൊണക്കെടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിച്ചിലായി പോയത്. കൊടുങ്ങല്ലൂർ ജോലി ചെയ്യണ സമയത്ത് നമുക്ക് ക്യാൻറ്റീനിൽ നിന്നായിരുന്നു ഭക്ഷണം. ഒരു ദിവസം ചോറുന്നാൻ പോകുമ്പോണ്ട് നല്ല നാടൻ കൂന് ബൈക്കിലിങ്ങനെ നിൽക്കണ്. കൂട്ടുകാരനായ ജാഫർ സാദിഖും മഹമ്മൂദിനെയും കൂട്ടിയിട്ട് ആ കൂന അങ്ങോട്ട് പറിച്ച് നമ്മൾ. ക്യാൻറ്റീനിലുള്ള ജമീലത്താത്താൻ്റെ കജ്ജിലേ ഈ കൂൺ കൊടുത്തു കണ്ട് പറഞ്ഞ് രാത്രി നല്ല കറി വെച്ചോളി. ഇത് ഒരു കുഴപ്പമില്ല, നല്ല നാടൻ കൂനാണ്, നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് തിന്ന സാധനമല്ലേ. അതുകൊണ്ട് നമുക്ക് കണ്ടപ്പോൾ തന്നെ സാധനം പിടികിട്ടി പറിച്ച് വേണമെങ്കിൽ നന്നാക്കി തരാമെന്നും പറഞ്ഞു. പക്ഷേ മുപ്പത്തേര് പറഞ്ഞു വേണ്ട, ഞാൻ നന്നാക്കിക്കോളാം. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ കൂങ്കറി കാണുന്നില്ല. അല്ല ജമീൽ താത്ത, നമ്മളെ കൂങ്കറി എവിടെയെന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തേര് പറയാം അയലന്തരത്തുള്ള ഒരു താത്ത വന്നിനി. ആ താത്ത വന്ന് പറഞ്ഞെന്ത് ഇത് വിശക്കൂനാണെന്ന്. അടച്ച റബ്ബേ, അത് കേട്ട് പേടിച്ചിട്ട് ജമീലത്ത് അത് വലിച്ചാണ്ട് എറിഞ്ഞ പോലും. വിരിയാനടുത്ത് നിൽക്കുന്ന നല്ല നാടൻ കൂനിൻ്റെ മുട്ടുകൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് വലിച്ചെറിഞ്ഞ തള്ളപ്പൊടിനെ ഞാൻ എന്താ വേണ്ടി. ആ അയലന്തരത്തുള്ള പെമ്പറന്നോത്തിനെങ്ങാനും കജ്ജി കിട്ടിയാലുണ്ടല്ലോ. കാരണം കൂങ്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ്റെ ജീവനാണ്. അതാണ് ഇപ്പോൾ കോലത്തിലാക്കിയത്. ആരോട് പറയാൻ, നമുക്ക് ആ കൂൺ കൂട്ടാനുള്ള യോഗമില്ല എന്ന് പറയാം. ഈ മലേഷ്യയിലാണെങ്കിൽ നാടൻ കൂൻ ഉണ്ടാകണവും കാണുന്നില്ല. കജ്ജി കിട്ടിയാൽ നമ്മളൊരു 1.5 പൊളി പൊളിച്ചു. ഏതൊരു സാധനം എടുക്കുകയാണെങ്കിലും അത് വിഷമാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മളെ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടായിരുന്ന പഴയകാലത്തെ ഒരു ചെടിയാണ് കരീച്ചക്കൻ്റെ ചെടി. എന്തൊരു ടേസ്റ്റ് ചെയ്യുന്ന മജത്തിനെന്നറിയോ. അതിനെപ്പറ്റി ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയിട്ട് കാണാൻ തന്നെയല്ല. എൻ്റെ പേര് മാറിയതാണോ എന്തോന്നറിയില്ല. ചിത്രം വെച്ച് തിരഞ്ഞിട്ട് മൂപ്പരെ പറ്റിയൊരു അഡ്രസ്സും ഇല്ല. നമ്മളെ നാടൻ കോവക്കനെക്കാട്ടിയും ടേസ്റ്റാണ്. പച്ചക്ക് കടിച്ച് തിന്നാൻ നല്ല രസമാണ്. പഴുത്താലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ സാധനം ഇപ്പോൾ കിട്ടാനില്ല. അതിൻ്റെ ഇല കാണാൻ തന്നെ ഒരു ചുറുക്കേന്ന്. മുള്ളമ്പഴം, പാണപ്പഴം, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ ചെടികളിലുണ്ടായിരുന്ന എന്തെല്ലാം തരം പഴങ്ങളാണ് നമ്മളൊക്കെ തിന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എന്ത് പഴം, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും നമുക്ക് ആ ഓർമ്മകൾ ഭയങ്കര രസമാണ്. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപ്പുറം.